എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജയശ്രീ കിഷോർ. കുറച്ചായില്ലേ ഞാൻ നിങ്ങളുടെ മുൻപിൽ കഥകളുമായി വന്നിട്ട്. ഏതായാലും ഇനിയും തുടർന്ന് എല്ലാ ദിവസവും കഥകളുമായിട്ട് വരാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം. കുറച്ച് ചില തിരക്കുകളിൽ പെട്ടുപോയി, ഒരു ചെറിയ യാത്രയൊക്കെയായി പെട്ടുപോയി. അപ്പോൾ ഇന്നത്തെ കഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐതിഹ്യമാലയിലുള്ള ഒരു കഥയാണ്. അതായത് നമ്മളെപ്പോഴും പറയുമല്ലോ, നമ്മൾ അനുഭവിക്കുന്ന നല്ലതായാലും ചീത്തയായാലും അത് പൂർവ്വജന്മത്തിലെ സുഹൃതം കൊണ്ടോ അല്ലെങ്കിൽ പൂർവ്വജന്മത്തിലെ സുഹൃതക്ഷയം കൊണ്ടോ സംഭവിക്കുന്നതാണ്. എല്ലാം നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളുടെയും ഒരു അനന്തരമായ ഫലങ്ങളാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ജന്മത്തിൽ തന്നെ നമുക്ക് ആലോചിച്ചറിയാം, നമ്മുടെ ഇന്നലകളാണ് നമ്മളുടെ ഇന്നലെ ചെയ്ത നമ്മളുടെ കർമ്മങ്ങളാണ് ഇന്ന് നമുക്ക് തരുന്ന സന്തോഷവും സമാധാനവും, അല്ലെങ്കിൽ സന്തോഷമില്ലായ്മയും സമാധാനപ്പെടും അല്ലേ. അപ്പോൾ ഈ പൂർവ്വജന്മത്തിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു കൊച്ചു കഥയാണ്. അതായത് ഒരു തിരുമേനി ഉണ്ടായിരുന്നു. ആ തിരുമേനി അവിടെ ഒരു നല്ല ജന്മിയായിരുന്നു. ഒരുപാട് സ്ഥലങ്ങളും അന്നൊക്കെ ഭൂമി മേടിച്ചിടലാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരുപാട് ഭൂമിയൊക്കെയുള്ള വളരെ ഒരു എന്താ പറയുക, ആ പ്രദേശത്തെ തന്നെ മാന്യനായ എല്ലാവരാലും ആരാധിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ തിരുമേനി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ഉണ്ട്. മകൻ അങ്ങനെ സുമുഖനും സുന്ദരനുമൊക്കെയായ മകൻ ഏതാണ്ട് എന്താ പറയുക ഒരു 10-23 വയസ്സായപ്പോൾ അവിടെ വരുന്ന ഒരു അടിച്ചു തളിക്കാരിയുടെ മകളുമായി പ്രണയത്തിലായി എന്ന് വെച്ചാൽ അതിഗംഭീരമായ പ്രണയം. ആ പെൺകുട്ടിയില്ലാതെ ഇയാൾക്കും വയ്യ, ഇയാളില്ലാതെ ആ പെൺകുട്ടിക്കും വയ്യ എന്ന അവസ്ഥ. അങ്ങനെയായി ഈ വിവരം എന്താ പറയുക സാധാരണഗതിയിൽ തന്നെ അവസാന സ്റ്റേജായപ്പോൾ ഈ പറഞ്ഞ തിരുമേനിയുടെ കാതിലെത്തി. തിരുമേനി എതിർത്തു, നഖശിഖാന്തം എതിർത്തു. ഒരു രക്ഷയില്ല. തിരുമേനി പറഞ്ഞു, ഒരു വിധത്തിൽ ഈ ബന്ധം പറ്റില്ല. കാരണം ഞാൻ എത്രമാത്രം ആരാധിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്, എത്ര വലിയ സംസ്കൃത പണ്ഡിതനാണ് ഞാൻ, ഈ പ്രദേശത്ത് മുഴുവൻ അറിയപ്പെടുന്ന ജന്മിയായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എൻ്റെ മകൻ വിവാഹം കഴിക്കുന്നത് ഒരു അടിച്ചുതളിക്കാരിയുടെ മകൾ എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും തിരുമേനിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ബന്ധമായിരുന്നു. അപ്പോൾ തിരുമേനി എന്ത് പറഞ്ഞിട്ടും ഈ മകൻ കേൾക്കുന്നില്ല. എന്ത് പറഞ്ഞാലും മകൻ പറയും, ഈ പെൺകുട്ടി അല്ലാതെ വേറൊരാളെ എനിക്ക് വേണ്ട. ആ ഒരു ഇതിൽ ആ മകൻ ഉറച്ചു നിന്നു. ഈ പെൺകുട്ടിയെ മാറ്റാൻ നോക്കി തിരുമേനി കുറേ, പെൺകുട്ടിയും ഉറച്ചു നിന്നു. ഒരു വിവാഹം കഴിക്കുന്നെങ്കിൽ അത് ഈ മകനെയായിരിക്കും, ഇയാളുടെ മകനെയായിരിക്കും. അങ്ങനെ ഒരു തീരുമാനത്തിൽ പെൺകുട്ടിയും നിന്നു. അങ്ങനെ ആയപ്പോൾ അന്ന് എന്ത് ചെയ്തു, ഇദ്ദേഹം ജാതകം കൊണ്ടുപോയി. ഇന്നത്തെ മാതിരത്തെ ജ്യോത്സ്യന്മാരല്ല കേട്ടോ. അന്നൊന്നും മുക്കിലും മൂലയിലും ഒന്നും ജ്യോത്സ്യന്മാരില്ല. അന്ന് ജ്യോത്സ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, അങ്ങനെയാണ്. അതായത് ഇപ്പോൾ നമ്മൾ കേട്ടിട്ടില്ലേ, ചില രാജ്യസഭയിലൊക്കെ ജ്യോത്സ്യൻ വന്ന് പറഞ്ഞു, എന്താ പറയുക, എന്തെങ്കിലും ഒന്ന് പ്രവചിച്ചാൽ അത് സത്യമായിരിക്കും, ഇങ്ങനെ സംഭവിക്കും, രാജാവേ സൂക്ഷിച്ചോളൂ. ഇന്ന പ്രവചനം ജ്യോത്സ്യം നടത്തിയ സത്യമുള്ള കാലമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഒരു ജ്യോത്സ്യനെ കാണാൻ പുറപ്പെട്ടു. അങ്ങനെ അവിടെയുള്ള ഒരു ജ്യോത്സ്യൻ്റെ അടുത്തെത്തി. ജ്യോത്സ്യൻ ഈ പറഞ്ഞ പോലെ ഈ മകൻ്റെ ജാതകമൊക്കെ വെച്ച് ഗണിച്ച് ഒക്കെ നോക്കി കഴിഞ്ഞ ജ്യോത്സ്യൻ പറഞ്ഞു, ഒരു രക്ഷയില്ല തിരുമേനി. കാരണം എന്താ വെച്ചാൽ ഇവൻ ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കുള്ളൂ. കാരണം ഇത് പൂർവ്വജന്മബന്ധമാണ്. അപ്പോൾ പൂർവ്വജന്മത്തിൽ എന്തായിരുന്നു, പൂർവ്വജന്മത്തിൽ ഈ പെൺകുട്ടി ഒരു പിടിയാനയായിരുന്നു, ഈ മകൻ അന്ന് ഒരു കൊമ്പനാനയായിരുന്നു. അപ്പോൾ ഈ കൊമ്പൻ ഒരിക്കൽ എന്തുണ്ടായി എന്ന് വെച്ചാൽ, കാട്ടിൽ കൂടെ ഇവരിങ്ങനെ എന്താ പറയുക ഇണപിരിയാതെ ഈ പിടിയാനയും കൊമ്പനാനയും കൂടി അങ്ങനെ നടന്നു പോകുമ്പോൾ കൊമ്പൻ ഒരു വാരിക്കുഴിയിൽ വീണു. വാരിക്കുഴിയിൽ വീണപ്പോൾ പിടിയാന എന്ത് ചെയ്തു, ഒട്ടും തന്നെ അവിടെ ഇട്ടിട്ട് പോയില്ല കൊമ്പനെ. പിടിയാന അവിടെ തൊട്ടടുത്തുള്ള ഒരു എള്ളിൻ്റെ ഒരു തോട്ടം ഉണ്ടായിരുന്നു, വളരെ വിശാലമായ ഒരു എള്ളും തോട്ടം. പിടിയാന എന്ത് ചെയ്തു, തുമ്പിക്കൈ കൊണ്ട് ഈ എള്ള് പറിച്ചിട്ട്, എള്ളിൻ്റെ ചെടികളിങ്ങനെ പറിച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടു, ഈ വാരിക്കുഴിയിലേക്ക് ഇട്ടു. അങ്ങനെ ഈ കുഴിയുടെ ഉള്ളിലൊരു തിണ്ട് പോലെ ആയപ്പോൾ ഈ കൊമ്പനെ തുമ്പിക്കൈ പിടിച്ച് കയറ്റിച്ചു പിടിയാന. അപ്പം ആ ബന്ധമാണ് ഇപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ എന്താ, ഒരു കാലത്തും ഈ ബന്ധം വേർപിരിയാൻ പോകുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യാം, എന്താ ചെയ്യാൻ പറ്റുക, അതിനൊരു പരിഹാരം എന്താ എന്ന് വെച്ചു തിരുമേനി. ശരി ആയിക്കോട്ടെ, പൂർവ്വജന്മബന്ധമാണ്, പക്ഷെ ഇതിനൊരു പരിഹാരം എന്താ? അപ്പോൾ പറഞ്ഞു, ഒരു പരിഹാരമേ ഉള്ളൂ.
എന്താണെന്ന് വെച്ചാൽ അന്ന് എത്രമാത്രം എള്ള് ഈ കുഴിയിലേക്ക് ഇട്ടുവോ അത്രയും എള്ള് ഈ മകൻ അളന്ന് ഈ പെൺകുട്ടിക്ക് കൊടുക്കണം. ഈ പെൺകുട്ടി ഈ എള്ള് മേടിച്ച് വീട്ടിൽ സ്വീകരിക്കണം, അതായത് വീട്ടിലേക്ക് കൊണ്ടുപോകണം. ശരി, തിരുമേനി സമ്മതിച്ചു. അങ്ങനെ തിരുമേനി എന്ത് ചെയ്തു, ഒരു 3-4 കാളവണ്ടിയിൽ എള്ളുമായിട്ട് ഈ മകനെയും കൂട്ടി തിരുമേനി ഈ പെൺകുട്ടിയുടെ വീട്ടിലെത്തി. എന്നിട്ട് ഈ അടിച്ചളിക്കാരിയോട് പറഞ്ഞു, മകളെ വിളിക്കുക. അങ്ങനെ മകളെ വിളിച്ചു. മകനോട് പറഞ്ഞു, ഈ എള്ള് നീ എന്ത് ചെയ്യണം, അളന്ന് നീ ഇതിലേക്ക് ഒരു മുറത്തിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് ഈ പെൺകുട്ടി എന്ത് ചെയ്യണം, വീടിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി വെക്കണം. ഈ എള്ള് നിങ്ങൾ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഈ പെൺകുട്ടിക്ക് എള്ളിങ്ങനെ ഈ മകൻ എള്ള് ഓരോരോ ഇതായിട്ട് നിറച്ചു കൊടുത്തു. പറകളായിട്ട് ഒരു മുറത്തിലെടുത്ത് പറയിൽ നിറച്ചു കൊടുത്തു. ഈ പെൺകുട്ടി ഇത് കൊണ്ടുപോയിട്ട് വീട്ടിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ വെച്ചു. അങ്ങനെ ഈ 4 വണ്ടിയിലുള്ള എള്ളും തീർന്നു കഴിഞ്ഞിട്ട് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോൾ ഈ മകൻ പറയുകയാണ്, അച്ഛാ, ഞാനേ ഒരു മുറി നാളികേരം ഉണ്ടായിരുന്നു, അത് ഞാൻ ആ കോങ്കണ്ണിയുടെ വീട്ടിൽ വെച്ച് മറന്നുപോയി എന്ന്. കാരണം ആ കടം അങ്ങ് തീർന്നതോടുകൂടി ആ പെൺകുട്ടി കോങ്കണ്ണിയായി. കോങ്കണ്ണിയൊന്നും അല്ല കേട്ടോ, പക്ഷെ നമ്മൾ പറയുമല്ലോ, ഒരു നിസ്സാരമായിട്ട് പറയുമല്ലോ, ആ കോങ്കണ്ണിയുടെ വീട്ടിൽ വെച്ച് മറന്നുപോയി എന്ന്. അപ്പം അത്രയും സ്നേഹബന്ധത്തിലിരുന്ന ആ ബന്ധം ആ എള്ളം അങ്ങോട്ട് കൊടുത്തോടുകൂടി അവസാനിച്ചു. ഇത് നമ്മൾക്ക് കേൾക്കുമ്പോൾ ഒരു കഥയായിട്ട് തോന്നും അല്ലേ? പക്ഷെ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ചില ബന്ധങ്ങൾ. ഒരുപാട് കാലം 6 കൊല്ലം പ്രേമിക്കുന്നു, എന്നിട്ട് വിവാഹം കഴിക്കുന്നു, എന്നിട്ടോ 2 കൊല്ലം കൊണ്ട് അടിച്ച് പിരിയുന്നു അല്ലേ? ആ കടം അങ്ങ് തീർന്നു. കടം തീരുന്നതോടുകൂടി എന്തായി, ഇയാൾ ശത്രുവായി മാറി, ഇയാൾക്ക് ഇവള് ശത്രുവായി മാറും. പിന്നെ കോടതിയായി, കേസായി, വേർപെടുത്താൻ നടക്കുന്നു. എല്ലാ ബന്ധങ്ങളും അങ്ങനെ തന്നെ. അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ അച്ഛനും മക്കളും, മാതാപിതാക്കളും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും നമുക്ക് കോടതി കയറണ്ടാന്നേ ഉള്ളൂ. പക്ഷെ എത്രയോ ബന്ധങ്ങളുണ്ട്, ഒരുപാട് സ്നേഹമായിട്ട് നമ്മൾ പറയില്ലേ, ഈച്ചയും ചക്കരയും പോലെ ഇരുന്നവർ, ഭയങ്കര ഫ്രണ്ട്സ്, ഒരു സമയം കഴിയുമ്പോൾ അവർ തമ്മിൽ തെറ്റിടും. എന്തോ പ്രശ്നം, ചെറിയ നിസ്സാര പ്രശ്നമായിരിക്കും, പക്ഷെ അതിൻ്റെ പുറത്ത് അവർ തെറ്റിപ്പിരിയും. അതായത് പൂർവ്വജന്മത്തിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ചില കാര്യങ്ങൾ ചിലപ്പോൾ ചിലവരെ കണ്ടിട്ടില്ലേ, നമ്മൾ ട്രെയിനിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഭയങ്കര സുഹൃത്താവും. നമ്മളിവിടുന്ന് കോഴിക്കോട് നിന്ന് ഞാൻ എറണാകുളത്ത് എത്തുമ്പോഴേക്കും എനിക്ക് സുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ട്. ഭയങ്കര, അവർ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറയുന്നു, നമ്മൾ അവരോട് പറയുന്നു, പക്ഷെ ആ ബന്ധം ആ ട്രെയിൻ യാത്രയോട് കൂടിയിട്ട് അവസാനിക്കുന്നു. പിന്നെ ഒരിക്കലും ആ ഒരു ബന്ധം നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നില്ല. അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ജീവിതത്തിൽ ചില ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് തോന്നില്ലേ, അയ്യോ നല്ല മനുഷ്യൻ കേട്ടോ, എന്തൊരു നല്ല സ്ത്രീ അല്ലെങ്കിൽ നല്ല മനുഷ്യൻ, നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാം ഇയാളെ എന്ന് തോന്നും. പക്ഷെ ചിലവരെ കാണുമ്പോഴോ അവർ നമ്മളോട് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല, ഒന്നുമില്ല, അവരെ നമ്മൾ ആദ്യമായിട്ട് കാണുമായിരിക്കും. എന്നാലും നമ്മുടെ മനസ്സിൽ എന്താ തോന്നുക, കള്ള ലക്ഷണമുണ്ട് എന്ന് തോന്നും. ഇതൊക്കെ എന്താ കാര്യം എന്നാ പറയണേന്ന് വെച്ചാൽ, ഇതൊക്കെ പൂർവ്വജന്മത്തിൽ നമ്മളുടെ എന്തോ ആ ആളടുത്ത് നമ്മൾക്ക് എന്തെങ്കിലും ശത്രുത ഉണ്ടായിരുന്നിരിക്കാം, അല്ലെങ്കിൽ ഈ ജന്മത്തിൽ ഇങ്ങനെ ഒരു കടം ഉണ്ടായിരിക്കാം. ആ കടം വീട്ടുന്നതോടുകൂടി ആ ബന്ധം കഴിയുന്നു. ഇന്ന് ഈ കൊച്ചു കഥ ഷെയർ ചെയ്തുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.